വിജയേട്ടനെ ആരോ എവിടുന്നോ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് എക്കിൽ വന്നെ. ആരും എവിടുന്ന് എന്നെ പുകഴ്ത്തി സംസാരിക്കുന്നില്ല. എന്റെ കൈയും കാലം വറക്കടാ സുഖം. ഇന്ന് വരെ ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ലാത്ത ഞാനിത് എങ്ങനെ ഷൂട്ട് ചെയ്യും? ഷൂട്ടിംഗ് കണ്ടിട്ടാണ് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു മനോധൈര്യല്ലേ വിജയേട്ടാ? അതാണ് എനിക്കില്ലാത്തത്. ഈ അവസാന നിമിഷം പതറിയാലുണ്ടല്ലോ, ആ സോപ്പ് കമ്പനി മുതലാളിയുടെ കൈയും കാലും പിടിച്ച ഞാനാ. അയാൾക്ക് സോപ്പിന്റെ പരസ്യം എടുക്കണമെന്ന് യാതൊരു ബുദ്ധിയില്ലായിരുന്നു. ഷൂട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അത് ഡയറക്ട് ചെയ്യാനായിട്ട്? അപ്പൊ അതിന്റെ ഭവിഷ്യത്ത് ഞാൻ ഓർത്തില്ല. ഇനിയിപ്പോ അത് ഓർത്തിട്ട് ഒരു കാര്യമില്ല. അഭിനയിക്കുന്ന മോഡൽ നടി എത്തി, ക്യാമറാമാൻ എത്തി, എല്ലാ സന്നാഹമായി. അല്ല, ഞാനും ചോദിച്ചോട്ടെ, വിജയേട്ടൻ ഈ കാലം വരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം അറിയുന്ന പണികളാണോ? അറിയാത്ത പണി ഞാൻ എന്ത് ചെയ്തു? ഓർത്ത് നോക്ക്. മുമ്പൊരിക്കല് കയറ് പിരിക്കുന്ന കമ്പനി തുടങ്ങാൻ പോയത് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. നമ്മുടെ നാട്ടുകാരെ അധിക വില കൊടുത്ത് ആലപ്പുഴ കയറ് വാങ്ങുന്നു. ഈ കയർ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. മാർക്കറ്റ് സ്റ്റഡി ചെയ്തു. സ്കേഴ്സിറ്റി ഓഫ് എ കമാഡിറ്റി ഓൾവേസ് ക്രിയേറ്റ്സ് ഡിമാൻഡ്. നീ എക്കണോമിക്സ് പഠിച്ചിട്ടില്ലല്ലോ. അല്ല, അത് നീ എക്കണോമിക്സ് പഠിച്ചോ ഇല്ലയോ? പഠിച്ചിട്ടില്ല. എന്നാ ഞാൻ പഠിച്ചതാ. എന്നിട്ട് എന്ത് സംഭവിച്ചു? നാട്ടിലുള്ള നാളികേരത്തിന്റെ തൊണ്ട് മുഴുവൻ കളക്ട് ചെയ്ത് കുളത്തിൽ കുതിർക്കാനിട്ടു. ഒടുവിലാ മനസ്സിലായത് കയറുപിരി അറിയാവുന്ന തൊഴിലാളികൾ നാട്ടിലില്ലെന്ന്. തൊണ്ട് മുഴുക്കെ കുളത്തിൽ കിടന്ന് ചീഞ്ഞു നാറി വിജയേട്ടൻ നാട്ടിലാക്കാൻ നാറി. അതെനിക്കൊരു പാഠമായിരുന്നു. എന്ത് പാഠം? പിന്നൊരിക്കൽ വേപ്പ് മരത്തിന്റെ കമ്പ് വെട്ടി തുണ്ടം തുണ്ടമാക്കി പ്ലാസ്റ്റിക് കവറിലാക്കി ഹെർബൽ ടൂത്ത് ബ്രഷ് അത് വിൽക്കാൻ നടന്നു. ഒടുക്കൊരു തണുപ്പ് കാലത്ത് ഈ വേപ്പിന്റെ ബ്രഷ് മുഴുവൻ കത്തിച്ച് തീ കാഞ്ഞു. വിജയേട്ടന് കുറച്ചറിയാവുന്ന പണി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കില്ല. അത് ചെയ്യാതെ ലീവ് എടുത്ത് നടക്കല്ലേ. ബാക്കി ലോകത്തുള്ള ഒരു പണി അറിയില്ല. അപ്പൊ പിന്നെ ഷൂട്ടിംഗ് ആയാലെന്ത്, തെങ്ങേറ്റായാലെന്ത്? നമുക്ക് സംസാരം ഇവിടെ വെച്ച് നിർത്താം. എനിക്കും താല്പര്യമില്ല സംസാരം തുടരാൻ. അയ്യോ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഷൂട്ടിംഗ് പാർട്ടി എപ്പോഴേ വന്നു കാണും. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയേ, ആ തൊപ്പ് എടുത്ത് വെക്കേ. കാഴ്ചയിലെങ്കിലും കുറച്ച് വിവരമുള്ള ആളാന്ന് തോന്നട്ടെ. അല്ലെങ്കിലും അത്യാഗ്രഹികളായ പല സ്കൂൾ മാഷന്മാരും ഇതുപോലെ ലീവ് എടുത്ത് ആഡ് ഫിലിം പിടിക്കുക, ചിട്ടി നടത്തുക, അങ്ങനെയൊക്കെയാ. എന്നാലും ഇത് തീരെ വേണ്ടാത്ത പണിയായി പോയി. ഭയപ്പെടാതെ വിജയേട്ടാ, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഷൂട്ട് ചെയ്യാൻ. ഈ സിനിമാ വാരികളൊക്കെ വായിച്ചിട്ടില്ലേ? ഡയറക്ടർ പറയും സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്, അത്ര തന്നെ. ബാക്കി നോക്കാൻ ക്യാമറാമാൻ ഉണ്ടല്ലോ, അഭിനയിക്കാൻ നടിയുണ്ട്. നടി ആദ്യം എന്ത് ചെയ്യും? നടി കുന്തം വിഴുങ്ങും. പറഞ്ഞതൊക്കെ മറന്നോ? നടി കുളത്തിലേക്ക് ചാടുന്നു, മുങ്ങി നിവരുന്നു, അത് സ്ലോ മോഷൻ. ഓഹോ, ഈ നടിക്ക് സ്ലോ മോഷനിലൊക്കെ നീന്താൻ അറിയോ? നടി എന്തിനാ നീന്തുന്നേ? അതൊക്കെ ക്യാമറ ട്രിക്കല്ലേ. ആ ട്രിക്ക് എനിക്കറിയില്ലല്ലോ. എനിക്ക് സ്ലോ മോഷൻ വേണ്ട. നടി സാധാരണ മട്ടിൽ മുങ്ങി നിവരുന്നു, പടവിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കയറി വരുന്നു. അവിടെ സോപ്പ് പെട്ടിയിൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ പരിമള സോപ്പ്. ആ സോപ്പ് എടുത്ത് നടി അവരുടെ അർത്ഥനഗ്ന മേനിയിൽ തേക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്റെ മേനിയഴകിന്റെ രഹസ്യം പരിമള സോപ്പ്. മനസ്സിലായോ? മനസ്സിലായോന്ന്? എന്തായാലും പെട്ടുപോയില്ലേ. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാൻ. ഇറങ്ങി വാ. ഇങ്ങോട്ട് നടക്കങ്ങോട്ട്. എന്താ സാറേ ഇത്? ഒരു മണിക്കൂറായിട്ട് യൂണിറ്റ് വെയിറ്റ് ചെയ്യാം. അത് ഞങ്ങള് ക്ഷേത്രത്തിലൊന്ന് കയറി തൊഴുതു. എല്ലാം നന്നായി വരണമല്ലോ. അതെ അതെ. എങ്കിൽ പിന്നെ സമയം കളയാൻ തുടങ്ങാം അല്ലേ സാർ? തുടങ്ങാം. ഞാൻ റെഡി. സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്. മനസ്സിലായില്ല. സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്. ഇതില് ഏതാണ് മനസ്സിലാവാത്തത്? അപ്പൊ ലൈറ്റപ്പ് ഒന്നും ചെയ്യണ്ടേ? ചെയ്യണം. ലൈറ്റപ്പ് ചെയ്തോളൂ. ആദ്യം ക്യാമറ എവിടെ വെക്കണമെന്ന് പറയൂ. ക്യാമറ ഇവിടെ എന്തായാലും വെക്കണ്ട, കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. സ്റ്റോറി ബോർഡ് എവിടെ? സ്റ്റോറി ബോർഡ് ഉണ്ടായിരുന്നു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. സ്ക്രിപ്റ്റ് എടുക്കാൻ മറന്നു. പിന്നെ എന്താ ഷൂട്ട് ചെയ്യേണ്ടത്? ഷൂട്ട് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ നടി കുളത്തിലേക്ക് ചാടുന്നു, മുങ്ങി നിവരുന്നു, പടവിലേക്ക് കയറുന്നു, അവിടെ സോപ്പ് പെട്ടിയിൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ പരിമള സോപ്പ്. നടി അവളുടെ അർദ്ധനഗ്ന മേനിയിൽ സോപ്പ് ഇങ്ങനെ തേക്കുക. എന്നിട്ട് പറയുന്നു, എന്റെ മേനിയഴകിന്റെ രഹസ്യം പരിമള സോപ്പ്. കൊളം നല്ല ആഴമുണ്ടെന്നാ തോന്നുന്നേ. അത് പേടിക്കണ്ട, മുങ്ങുന്നതിന് മുമ്പ് ഞാൻ ചാടി പിടിച്ചോളാം. അപ്പൊ ഏത് ഷോട്ടാണ് ആദ്യം? നമുക്ക് എല്ലാ ഷോട്ടും ആദ്യം തന്നെ എടുക്കാം. സാർ എന്തായി പറയുന്നത്? ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുന്നു, ആ ഷോട്ട് എവിടെ ക്യാമറ വെച്ചെടുക്കണമെന്നാ ചോദിച്ചത്. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ.
ഒന്നുകിൽ ഇവന്മാർക്ക് ഭ്രാന്ത അല്ലെങ്കിൽ ഫ്രോഡുകൾ. കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാതെ ഓടിക്കുന്നത് നല്ലത്. സാറ് വിഷമിക്കണ്ട, സംഗതി ഞാൻ ഷൂട്ട് ചെയ്ത് തരാം. അത് മതി, കാശ് കുറച്ച് ചെലവായതാണ്. ഡയറക്ടർ സാറേ, സാർ ഇതിനു മുമ്പ് എത്ര ആഡ് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞ? ഒരു 10-15 എണ്ണം ചെയ്തിട്ടുണ്ട് സാർ. നിർത്തണം. ഓ, സാർ ക്ഷമിക്കണം, ഞാൻ സത്യം പറയാം. ഇവൻ പറഞ്ഞു ഡയറക്ഷൻ എളുപ്പപ്പണിയാണെന്ന്. ഞാൻ ഇതുവരെ ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല സാർ. രണ്ടണ്ണന്മാരും കൂടി ആളുകളെ പറ്റിക്കാറിങ്ങിയിരിക്കുകയാണ് അല്ലേ? ഒരു കാര്യം ചെയ്യും, 3-4 ദിവസമായിട്ടേ ലോഡ്ജിൽ മുറിയെടുത്ത് കോഴിയിറച്ചിയും മദ്യമൊക്കെ ആയിട്ട് അങ്ങോട്ട് സുഖിച്ചില്ലേ? അതിന്റെയൊക്കെ കാശം കെട്, എന്നിട്ട് തടി കേടാവണതിന്റെ സ്ഥലം മുട്ടോ. ആ സോപ്പ് കമ്പനി മുതലാളി മര്യാദക്കാരനാ. അയാൾ തല്ലാതെ വിട്ടല്ലോ. അവന്റെ ഒരു സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. എടാ, ഞാൻ പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്നുവരെ ആരും പറ്റിച്ചിട്ടില്ല. ഓ, ഒരു സത്യവാൻ. ഞാൻ വിജയേട്ടനെ വെല്ലുവിളിക്കുന്നു. ഒരു ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടായി കാണിക്കും. കാണിക്കാനൊന്നുമില്ല. എടാ, നിനക്ക് എക്കണോമിക്സിന്റെ ABCD അറിയോ? അറിയാത്ത എത്ര നന്നായി. വിജയേട്ടൻ പഠിച്ച എക്കണോമിക്സ് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇതിനകം ഞാൻ കുത്തുപാള എടുത്തേനെ. നിന്റെ ഇപ്പൊ കുത്തുവാളയല്ലാതെ വേറെന്താണ് ഉള്ളത്? ശരിയാ, ഞാനിത് കേൾക്കേണ്ടവനാ. നോക്കിക്കോ, ഇനി വിജയേട്ടന്റെ ഒരു പരിപാടിക്ക് എന്നെ കിട്ടില്ല. നീ ചൂടാവല്ലട സുഖു, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുന്നതാണോ തമാശ? വിട്ട് കളാന്നേ. വീട് തന്നെയല്ലേ? അതെ. അപ്പൊ സാധനങ്ങൾ ഇറക്കട്ടെ സാർ. വരട്ടെ, ആളുണ്ടോ നോക്കട്ടെ. ഓ, ആരാ? ഓ, ഷോക്ക് അടിച്ചതായിരിക്കും. സ്വിച്ച് കേടാ. സ്വിച്ച് കേടാണെങ്കിൽ മാറ്റാത്തത് മനഃപൂർവ്വം മാറ്റാത്തതാ. അതെന്ത്? അതങ്ങനെയാ. പിന്നെ തഹസിൽദാരെ കാണാനാണെങ്കിൽ ആഫീസിൽ ചെല്ലണം. ഞാൻ പുതിയ തഹസിൽദാരാ. പേര് രാമകൃഷ്ണൻ. പ്രിയദർശിനി അമ്മ തഹസിൽദാർ വീട് ഒഴിഞ്ഞില്ലേ. ഞാൻ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടികൾ ഇറക്കട്ടെ സാർ. ഞാൻ പറയാടോ. വീട് ഒഴിപ്പിക്കാൻ വന്ന മഹാനാരാ? ഞാനാ ഇപ്പോഴും ഇവിടുത്തെ തഹസിൽദാർ. പ്രിയദർശിനി അമ്മ? അമ്മയും ചേച്ചിയൊന്നുമല്ല. യെസ്, പ്രിയദർശിനി. മേഡം ഇത്ര ചെറുപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതിവിടെ പ്രസക്തമായ ഒരു കാര്യമില്ല. തൽക്കാലം ചാർജ് ഒഴിയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വീടും. എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് മേഡം. ഒരു കസേരയിൽ 2 പേർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മേഡത്തിന് ഇവിടുത്തെ ട്രാൻസ്ഫറും എനിക്കിവിടെ പോസ്റ്റിങ്ങും. എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. എന്റെ പോസ്റ്റിങ്ങിന്റെ കാര്യം എനിക്ക് തീരുമാനിക്കാമല്ലോ. ബോർഡിലുള്ള പ്രമാണിമാർക്ക് നിങ്ങളുടെ പോസ്റ്റിങ്ങിനേക്കാൾ പ്രധാനം എന്റെ ട്രാൻസ്ഫർ ആണെന്ന് എനിക്കറിയാം. അധികാരികളുടെ വിടുപണി ചെയ്യാൻ പ്രിയദർശിനെ കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പെട്ടികൾ ഇറക്കാറായോ? ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സഹജീവിയാണ് ഞാനെന്നുള്ള പരിഗണന വേണ്ട. ഞാനൊരു മനുഷ്യജീവിയല്ലേ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരും മുമ്പ് മുഖത്തടിച്ചതുപോലെ വാതിൽ കൊട്ടിയടച്ചത് ധിക്കാരമാണ്. ഇവിടെ റവന്യൂ ബോർഡുണ്ട്, ഈ ഡിസ്ട്രിക്റ്റിൽ ഒരു കലക്ടറുണ്ട്, സംസ്ഥാനത്ത് വകുപ്പ് മന്ത്രിയുണ്ട്, ഭരണകൂടമുണ്ട്. കേവലം ഒരു തഹസിൽദാരായ നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. ഞാൻ ടാക്സ് പിടിച്ച് പെട്ടി സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. 1/2 മണിക്കൂർ സമയം തരുന്നു. അതിനു മുമ്പ് വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ആ ജനലടക്കെ. ജനലടക്കം ഞാൻ സമ്മതിക്കില്ല. മര്യാദക്ക് വീട് ഒഴിയുന്നത് നല്ലത്. സമ്മതിക്കില്ലേ? അങ്ങട് അവിടെ കിടക്ക്. പെണ്ണുമ്പിള്ളേ, എന്റെ ദേഷ്യം കൂടും തോറും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിന്റെ ആക്കം കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് നന്നായി. എന്താ മാമ? 78 43 കൂട്ടിയാൽ എത്രണ്ടാ? 8 3 11. പിന്നെ 7 4 11 121. അല്ലേ? ഇതെത്ര? അത് 111. ഇങ്ങനെയാണ് കണക്ക് ചെയ്താൽ 10 രൂപയ്ക്ക് എന്റെ വാപ്പ ഉണ്ടായി തരൂ. ഇയാളെ മുടിപ്പിക്കാനായിട്ട് കുടിക്കാനല്ലേ? ഈ എന്താണ്ട് കുന്തം മുണിക്കമായിരിക്കണേ? അന്റെ മൂന്ന കാണാനല്ലേ എരപ്പ ആൾക്കാർ വന്നിക്കണേ? പോയി പണി കള്ള ലക്ഷണം കേട്ടോ. എടാ ദൂരെ
എന്റെ അല്ലോ. നൂറിനെ! എടാ, നൂറിനെ! എനിക്കറിയാം നീ സ്റ്റേഷനിൽ വന്ന കാണും തിരക്കിനിടപെട്ട് വട്ടം കറക്കിണ്ടാവുന്ന. ഞാനും നിന്നെ പരിധി എവിടെ കാണാൻ? നിന്റെ ഈ മുടിഞ്ഞ കട കണ്ടുപിടിക്കാൻ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച് നീ പാടാ. നിങ്ങൾക്ക് കുടിക്കാൻ എന്ത് ജ്യൂസാ വേണ്ടിയത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുകുടി? ഇനി എനിക്ക് എന്തിനാടാ ജ്യൂസ്? നിന്നെ കണ്ടപ്പോ തന്നെ എല്ലാ ജ്യൂസും ഒരുമിച്ച് കുടിച്ച പോലെ ആയില്ലേ? എവിടെ നിന്റെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത മാമ? നിന്റെ കട കൊള്ളാമല്ലോ. നിന്റെ മാമ തട്ടിപ്പോയാല് പിന്നെ ഈ കട നിനക്കായിരിക്കും അല്ലേ? ധാരണ്ട് ഞമ്മക്ക് അറിഞ്ഞൂടാ. നൂറേ, നൂറിനെ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? എടാ, ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒരു പാത്രത്തിലുണ്ട് ഒരു സിനിമ 3-4 പ്രാവശ്യം ഒരുമിച്ച് കണ്ടേടാ. നൂറേ, നിനക്ക് എന്നെ നൂറേ, നിനക്ക് എന്നെ മനസ്സിലായില്ലടാ. കാള് തെറ്റി. പടച്ചോനാണ് മാമ, ഞമ്മക്ക് ഈ ചെയ്താൻ അറിഞ്ഞൂടാ. അറിഞ്ഞുകൂടാത്തവനാണെങ്കിൽ എങ്ങനെയാണ് അർത്ഥം ഇപ്പൊക്കെ ആളെ എന്റെ മാമ? നാട്ടുകാർ പറഞ്ഞു കൊടുത്തായിരിക്കും. അതെ, ഒന്ന് വന്നാട്ടെ. വരീ. നൂറേ, അതെ, ഈ ചെക്കന്റെ പേര് 100 എന്നാണ് എനിക്കാരെ പറഞ്ഞത്. അതാരെങ്കിലും പറഞ്ഞു തരണോ? ഇമാതിരി മുമ്പിലായക്കാരെ ഞാൻ ദിവസേന കാണുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിന്റെ പേര് എനിക്ക് ആരും പറഞ്ഞു തന്നീലേ. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കാര്യം? കാര്യം തന്നെ എനിക്ക് പറയുമ്പോ കേക്കാം. നീ ഇപ്പൊ പറഞ്ഞില്ലേ അർത്ഥമായിക്ക് ഇപ്പൊക്കാത്തൊരു മാമനെ പറ്റി? ആ മാമാണ് ഈ മാമ. അയ്യോ മാമ, സോറി മാമ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല. ഞാൻ ചുമ്മാ പറഞ്ഞ നമുക്ക് ഈ എന്താ നമ്മളെ മാമാന്ന് വിളിക്കണേ? എന്റെ അമ്മ എന്താ നമ്മളെ പെങ്ങളച്ചാ? ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ. മേലാൽ എന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ എന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പാക്കും. ആ പോ പോ, ഇങ്ങോട്ട് പോ കളവേ. ഈ കടപ്പുറം നിന്റെ തറവാട്ട് വകയൊന്നുമല്ല. നിനക്ക് എന്നെ അറിയില്ലല്ലേടാ പൊന്നി. എടാ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നിനക്ക് എത്ര ഐസിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? എടാ, എല്ലാ കണക്ക് പരീക്ഷയ്ക്ക് നീ എന്റെ പേപ്പർ കോപ്പി അടിച്ചല്ലേടാ ജയിച്ചത്? എടാ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹൈമാവതിയുടെ ചോറ് കട്ട് ചെയ്യുന്നതിനെ നിന്നെ സ്കൂളിൽ സസ്പെൻഡ് ചെയ്തപ്പോ ഞാനല്ലേടാ കുറ്റം ഏറ്റെടുത്ത് നിന്നെ രക്ഷിച്ചത്? പറയടാ. കഴിഞ്ഞ എന്ത് കഴിഞ്ഞാന്ന്? പറഞ്ഞു കഴിഞ്ഞോന്ന്. കഴിഞ്ഞെങ്കിൽ ഞമ്മക്കും ചിലത് പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട. എന്നാ ചെവി പൊത്തിക്കളാം. പലിശക്ക് പണം കൊടുക്കുന്ന മാമാന്റെ ആട്ടും തുപ്പ് സഹിച്ചിട്ട് നമ്മളിവിടെ കയ്യ. എന്തിന്? മൈമുനേനെ മറ്റാരും തട്ടിക്കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി. ശമ്പളമില്ല, നല്ലൊരു ഷഡ്ഡി വാങ്ങാനുള്ള പൈസ പോലും അയാൾ തരില്ല. സഹിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം നാട്ടിൽ നിന്നൊരു പഹയം വന്ന് ചാടി. നമ്മളെ കോയിക്കലെ മൊയ്തൂക്കാന്റെ മോൻ ഖാലിദ്. നമ്മളെ കൊണ്ടാവും പോലെ അവനെ നമ്മൾ സൽക്കരിച്ച് ഒടുക്കം മാമാന്റെ കയ്യിൽ നിന്ന് 500 റുപ്യ വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞു. അതിനുശേഷം നമ്മളെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് ആര് വന്നാലും മാമാന്റെ അടി ഞമ്മക്ക. ആ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പൊ കൂട്ട അറിയാത്ത പോലെ നമ്മൾ ആക്ട് ചെയ്തത്. എന്നാലും ഒരെന്നാലുമില്ല. എന്റെ ഈ വിഷമം മാറണമെങ്കിൽ നീ എനിക്ക് ചില സഹായങ്ങൾ ചെയ്തു തരണം. പടച്ചോനെ, എന്ത് സഹായം? അച്ഛന്റെ കേസിന്റെ കാര്യം ഞാൻ എഴുതിയിരുന്നല്ലോ. ആ, പെൻഷൻ വരെ അവർ പിടിച്ചു വെച്ചു. ഇളയ പെങ്ങളാണെങ്കിൽ മെഡിസിൻ 3-ാം വർഷമാണ്. കേസും ഫീസും ചെലവും നടത്തി ഒരു വഴിയാധാരത്തിന്റെ വക്കിലാണ് ഞാൻ. വീട് വിൽക്കാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ അളിയെ സമ്മതിക്കുന്നില്ല. നാട്ടിൽ ചെന്ന കടക്കാരെല്ലാം കൂടെ എന്നെ എടുത്തിട്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് നിനക്ക് ഊഹിച്ചൂടെ? ഊഹിക്കാം. ആദ്യം കിടക്കാനൊരു സ്ഥലം, അതെ, പിന്നെ ഒരു പണി. അതെ, രണ്ടും നടക്കൂല. നൂറേ. മോനെ അപ്പക്കുട്ട, നമ്മൾ തലയായിക്കുന്ന എവിടെയാന്ന് അറിയാം നിനക്ക്? ഇത് അങ്ങോട്ട് നോക്ക്. ആ ജ്യൂസ് കടയുടെ പിന്നിലൊരു മറയുണ്ട്. അവിടെയുള്ളൊരു ബെഞ്ചിലാണ്. നല്ല വീതിയുള്ള ബെഞ്ചാണോ? ബെഞ്ചിന് വീതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പകൽ നേരത്ത് മാമ വരുമ്പോ എന്നെ അവിടെ കാണില്ല. എന്നെ അവിടെ കാണില്ല. എനിക്ക് തെറ്റിപ്പോയി ആശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. ആരും ഒപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നത് പോണ അവിടുത്തെ ഒരു പണി എടുക്കുന്നുണ്ടല്ലേ? അവിടെ ഇരുന്നാ മതി. നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭാസ്കരോ, എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ ഞമ്മ രണ്ടാമത് ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കരുതിയുണ്ടോ? ഇല്ല. എന്താ വെച്ച് കാര്യം വെച്ചാ പറ. കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയാ. ആണേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാൻ ഇതിനായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് ഞാൻ നോക്കിയില്ല കരിമുക്ക.
പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ പറയണോ? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും, അല്ലേ? ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആളാരാണോ? ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി എന്താ? വരട്ടെ. നീ എന്താ പറഞ്ഞപ്പോ കേൾക്കാത്തത്? ഇവൻ വെറുതെ പറയുന്നത് അത് നല്ല കുട്ടിയാ. ഒന്ന് പോടാ അവിടുന്ന്. ഭാസ്കര, എന്റെ അച്ഛനാണ് സത്യം. നോക്ക് നോക്ക്, നഗക്ഷതങ്ങൾ നോക്ക്. വേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. നിങ്ങൾ ഈ ക്യാമ്പ് വൃത്തിയേടാക്കും അല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മൂത്ത് നോക്കണ്ടേ? എന്താണ് ഞങ്ങളെ കണ്ട്? അല്ല, നിങ്ങൾ കണ്ടല്ലേ? ആ പടച്ചോനാണ് മുത്തു മോനെ ധാരോട് പറയുന്നത് കേട്ടോ. അയാൾക്കിന്റെ കൂടി പിടിയും വലിയൊക്കെ ആയിരുന്നു. എന്റെ കുപ്പായ ആകെ നാശമായി. ഇത് അങ്ങനെയുള്ള പിടിയും വലിയൊന്നല്ല. പിന്നെ എന്റെ ഒരു സുഖമുള്ള പിടിയും വലിയാണ്. എന്തായി? എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? അല്ല, ഇപ്പൊ ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. പോക്കാണ് മോനെ. അത് ഞാൻ പറഞ്ഞല്ലേ, പോകാം. ഏതായാലും നമുക്ക് കിട്ടാവുള്ളത് നമുക്ക് കിട്ടും. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. രോഹിണിക്ക് വല്ല ആവശ്യമുണ്ടോ? വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ? എനിക്കൊന്നും വേണ്ട. അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട. ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്ത് പറയില്ല. രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ സത്യം ചെയ്യാം. കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം. ഇതെന്താ ഇത്? അതല്ല, ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കുക. അല്ല, എനിക്ക് കൈ നോക്കാൻ അറിയാം. ഞാൻ തമാശ പറഞ്ഞല്ല. അല്ല, ഭാഗ്യരേഖയുടെ ഉടക്കല്ലേ? നീ വലിയ ശീലാവധി ചമയൊന്നും വേണ്ട. എല്ലാവരും വന്നപ്പോ വന്നു എന്തു ആവാന്നോ? അല്ലടാ, ഞാനിപ്പോ ചെന്നില്ലായിരുന്നു. എന്തായാലും നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കേട്ടു അല്ലടാ. ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു. ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടൊന്നില്ലേ? ഞാനോ? ഈ കരീമും ഈ രാഘവനും. ദാദാ, ഈ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. നീ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു. നീയല്ലേ പറഞ്ഞു? നിങ്ങളാ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ കുട്ടി നല്ല കുട്ടിയാണ്. രണ്ടുപേരും പറഞ്ഞു. ഞാൻ പറഞ്ഞതാ. പറഞ്ഞു. ഞാൻ പറഞ്ഞു. പറഞ്ഞു. ഞാൻ പറഞ്ഞതാ. പറഞ്ഞു. ഞാൻ പറഞ്ഞു. മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞില്ലേ? എല്ലാത്തിനും ഞാൻ വിഷം തന്ന് കൊല്ലും. ഇതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ ചാവും.